സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ശക്തന്റെ തട്ടകം ഒന്നാകെ ആവേശഭരിതമായി. ചരിത്ര വിജയത്തിൽ ആഘോഷ പരിപാടികളിൽ ആറാടി തൃശൂരിലെ ജനങ്ങൾ. നാളെയാണ് നിയുക്ത എം പി സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തുക. തൃശൂരിൽ താമര വിരിയില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഇവരുടെ ഓരോ നൃത്തച്ചുവടുകളും. ഇത്തവണ മണ്ഡലത്തിലെ വോട്ടെണ്ണി പകുതിയായപ്പോഴേക്കും സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചു. പിന്നാലെ ലീഡ് നില ഉയർന്നതോടെ പ്രവർത്തകരും ആവേശത്തിലായി. 4,12,338 വോട്ട് നേടി സുരേഷ് ഗോപി വിജയിച്ചു. രണ്ടാം സ്ഥാനത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറും മൂന്നാം സ്ഥാനത്ത് UDF സ്ഥാനാർത്ഥി K മുരളീധരനുമായിരുന്നു. ശക്തന്റെ തട്ടകത്തിലെ ചരിത്ര വിജയത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ് ജനങ്ങൾ പങ്കുവച്ചത്. തൃശ്ശൂര് അതിശക്തമായി മാറാൻ പോവാം. തൃശ്ശൂര് സുരേഷ് ഗോപി ചേട്ടനിങ്ങനെ എടുത്തിരിക്കുവാണ്. ഇതിന് വികസനത്തിന്റെ അങ്ങേ അറ്റം പോകും. മോദിയുടെ ഗ്യാരണ്ടി. ഇവിടെ വളരെയധികം ആവേശമുണ്ട്. ഞങ്ങള് എന്താ പറയാ, ഞങ്ങള് വല്ലാത്ത മൂഡിലാണ്. ഞങ്ങൾക്ക് പറഞ്ഞറിയാൻ പറ്റില്ല, അത്രയ്ക്കുണ്ട് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളെ പരിഹസിച്ചവരോടും ഞങ്ങളെ അപമാനിച്ചവരോടും ഞങ്ങൾക്ക് അടുത്ത മറുപടി ഇത് തന്നെയാണ്, ഈ നൃത്തമാണ്. നാളെ തൃശൂരിലെത്തുന്ന സുരേഷ് ഗോപിക്ക് വൻപിച്ച സ്വീകരണം ഒരുക്കുവാനാണ് BJP പ്രവർത്തകരുടെയും നേതാക്കളുടെയും തീരുമാനം. ഇത് ചരിത്രമല്ലേ, ചരിത്രം. കേരളത്തിൽ ആദ്യത്തെ താമര, പൊൻതാമര തൃശ്ശൂർ വിരിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ വിജയം ഞങ്ങൾ ആഘോഷിച്ചും പറക്കാണ് ചെയ്യുന്നത്. ഞങ്ങള് നാളെയുണ്ട് ഞങ്ങളുടെ പരിപാടി. ഇന്ന് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നെങ്കിൽ പോലും BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കുവാൻ നിരവധി പേരാണെത്തിയത്. എല്ലാവർക്കും ഒരേ ആവേശം. വൈകിട്ട് പഴയ നടക്കാവിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൃത്തച്ചുവടുകൾ വെച്ചും മുദ്രാവാക്യം വിളിച്ചുമൊക്കെ പ്രവർത്തകർ അണിനിരന്നു. ഇത് സാമ്പിൾ വെടിക്കെട്ടാണെന്നും വെടിക്കെട്ട് നാളെയാണെന്നും പറഞ്ഞാണ് കോർപ്പറേഷന് മുന്നിൽ സമാപിച്ച ആഹ്ലാദ പ്രകടനത്തിന് ശേഷം പ്രവർത്തകർ പിരിഞ്ഞത്. ജനം, തൃശൂർ.